അങ്ങനെ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ അമ്പലമായിട്ടുള്ള ചന്ദനത്തടിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര മഹോത്സവത്തിന്റെ 2ാം ദിവസമായിരുന്നേ. 1ാം ദിവസമായിട്ടുള്ള ഇന്നലെ, അതായത് ഈ കൊടിയേറിയ ദിവസമാണെന്നുണ്ടെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ 1ാം ദിവസത്തിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പടയണിയായിരുന്നു. അപ്പോൾ അത് മിസ്സായിപ്പോയി, കാണാൻ പറ്റിയില്ല. അങ്ങനെ പടയണിയും പിന്നെ കൊടിയേറ്റ് സദ്യയും ഉണ്ടായിരുന്നു. 2ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സമൂഹ സദ്യയും പിന്നെ കുത്തിയോട്ടപ്പാട്ടും ചൂടും എന്ന് പറയുന്ന ഒരു കലാരൂപവുമാണ്. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ മോശമായിരുന്നു നേരത്തെ. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഉത്സവത്തിന് മുമ്പായിട്ട് എന്തായാലും ടാറിങ് ഒക്കെ കഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഉള്ള മെറ്റിലൊക്കെ അവിടെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്നൊക്കെ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വിയർത്തായിരുന്നു. ഞാനും അമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ കൃഷ്ണയും കൂടെ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കിനും പല പരിചയക്കാരെയും കണ്ടുമുട്ടി പല നാളുകൾക്ക് ശേഷം. അതിപ്പോൾ അങ്ങനെ ആണെന്നല്ലോ, ഇതുപോലുള്ള ഉത്സവമോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണല്ലോ പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ചൊന്ന് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങ് ചെന്നപ്പോഴത്തേക്കിനും സമൂഹസദ്യ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ചു നേരം ക്യൂ നിന്നിട്ട് ഞങ്ങളും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മൂലയിൽ പോയി ഇരുന്ന് ഞങ്ങളൊക്കെ കഴിച്ചു. ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് അങ്ങനെ റബ്ബർ തോട്ടവും ഇഷ്ടം പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനും നേരെ പോയി കുത്തിയോട്ടപ്പാട്ട് കാണാൻ വേണ്ടിയിട്ട്. അത് തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ കുത്തിയോട്ടപ്പാട്ടും ചുവടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെട്ടികുളങ്ങര ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഈ ദാരികാവധത്തിന് ശേഷം കോപിഷ്ഠയായ ഭദ്രകാളിയെ സന്തോഷിപ്പിക്കാനായിട്ട് സുബ്രഹ്മണ്യന്റെ ഭൂതഗണങ്ങൾ പാടിയ പാട്ടുകളും നൃത്തവുമാണ് ഇതിന്റെ ഐതിഹ്യം. വിഷമത്തില്ല, പായസം കിട്ടാത്തതിന്റെ വിഷമ. ഇവിടെ അടുത്തെങ്ങും ഉള്ള ഒരമ്പലങ്ങളിൽ ഞാൻ ഈ ഒരു കലാരൂപം നടത്തുന്നത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ മാവേലിക്കരയിൽ നിന്നുള്ള ശിവരഞ്ജിനി കുത്തിയോട്ട സമിതി അവരാണ് ഈ കുത്തിയോട്ടപ്പാട്ട് നടത്തുന്നത്. ഇതിലാണെങ്കിൽ കുറേ കൊച്ചു കുട്ടികളും ഉണ്ട്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ ഉത്സവത്തിന്റെ 2ാമത്തെ ദിവസത്തെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. വൈകിട്ടാണെന്നുണ്ടെങ്കിൽ കൈകൊട്ടിക്കളിയുണ്ട്. അതിന് രാത്രിയിലായതുകൊണ്ട് വരത്തില്ല, കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ കുത്തിയോട്ടപ്പാട്ടും കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.